ഷാഫി പറമ്പലിനെ ആശുപത്രിയിൽ നിന്ന് തിങ്കളാഴ്ച ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന് ഏറ്റ പരിക്ക് ഗുരുതരമായിരുന്നു. അദ്ദേഹത്തിനെ കൊല്ലാനല്ലേ ശ്രമിച്ചത്, തലക്കിട്ടല്ലേ 2 പ്രാവശ്യം അടിച്ചത്. അടിയുടെ ആഘാതത്തില് അദ്ദേഹത്തിന് മൂക്കില് 2 സ്ഥലത്ത് ഫ്രാക്ചർ ഉണ്ടായി. തലക്കിട്ടടിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും 307 കൊല്ലാനുള്ള ശ്രമം, അറ്റംപ്റ്റ് മർഡർ വന്നു കഴിഞ്ഞു. രണ്ടാമത്, അടി മൂക്കിനിട്ട് കൊണ്ടപ്പം മൂക്കിന്റെ പാത്തിയിലെ 2 സ്ഥലത്ത് ഫ്രാക്ചർ ഉണ്ടായി. 326 ഗ്രീവിയസ് ഹർട്ട്, ഗുരുതരമായ പരിക്ക്. അപ്പം 326 IPC അതനുസരിച്ചുള്ള BNS സെക്ഷനായി. നോൺ ബെയിലബിൾ ആണ് 2, ജാമ്യം കിട്ടില്ല. SP KE ബൈജു ഒരു കാര്യം വിളിച്ചു പറഞ്ഞു, ലാത്തി ചാർജ് ഒന്നും അവിടെ നടത്തിയിട്ടില്ല, അത് പോലീസുകാരൻ അയാൾക്ക് തോന്നിയാസം കാണിച്ചതാണ് എന്ന് KE ബൈജു SP IPS പറയുകയുണ്ടായി. അദ്ദേഹം അത് കുറ്റമേക്കാൻ തയ്യാറല്ല, ഒഴിഞ്ഞു മാറി. അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും വാസസ്ഥലത്തേക്കൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ ജാഥ നടത്തി. കാരണം പോലീസ് ആയാലും ആരായാലും ശരി, ഒരാളെ വ്യക്തിപരമായി ഒരു കാര്യവുമില്ലാതെ അടിക്കുന്നത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ഷാഫി പറമ്പിലെ MP അദ്ദേഹം അടിയേറ്റതോടുകൂടി MP എന്നുള്ള നിലവാരത്തിൽ അദ്ദേഹത്തിനുള്ള പ്രിവിലേജ് ഹനിക്കപ്പെട്ടു. പാർലമെന്റില് അദ്ദേഹം കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റ് അവിടെ ഫയലായി. ഇനി അതിന് എവിഡൻസ് സ്വീകരിക്കും. തിങ്കളാഴ്ച അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങും എന്നാണ് മനസ്സിലാകുന്നത്. എങ്കിലും അദ്ദേഹം ഡൽഹി പോകണം. പ്രിവിലേജ് കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തണം. അദ്ദേഹത്തിൻ്റെ ഒപ്പം ആ സ്ഥലത്ത് മറ്റ് MP മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവരും മൊഴി കൊടുക്കും. കൂടാതെ ഡിജിറ്റൽ എവിഡൻസ് ധാരാളം മതി, കാരണം അടിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ എവിഡൻസ് പ്രിവിലേജ് കമ്മിറ്റി ലോകസഭയിൽ സ്വീകരിക്കും. അപ്പം സാക്ഷിയുടെ ആവശ്യമില്ല. ഈ MP മൊഴിയും ആ ഡിജിറ്റൽ എവിഡൻസും മതി. അത് പെൻഡ്രൈവിൽ ഒന്ന് എടുത്ത് അങ്ങോട്ട് കൊടുത്തേക്കുക. ഈ കേസിനകത്ത് MP പ്രിവിലേജ് ഹനിക്കപ്പെട്ടു, ഉറപ്പ്. വെറുതെ നിന്ന് സംസാരിച്ച തൻ്റെ അണികളുമായിട്ട് സംസാരിക്കുന്ന MP തലക്കിട്ട് ഒരാൾ മനഃപൂർവ്വം ഒരു പോലീസ് യൂണിഫോം ഇട്ട ഒരാൾ അടിക്കുന്നത് നമ്മൾ കണ്ടു. 2 പ്രാവശ്യം അടിച്ചു. അത് രാഷ്ട്രീയപരമായ ഒരു അടി തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ലാത്തി ചാർജ് ഇല്ല എന്ന് SP പറഞ്ഞു, ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. തങ്ങളാരും ഒരു ഡയറക്ഷൻ കൊടുക്കാതെ അയാൾ തോന്നിവാസം കാണിച്ചതാണ്. ഡിസിപ്ലിൻഡ് ഫോഴ്സിലുള്ള ആൾ അത് ചെയ്യാൻ പാടില്ല. മേലുദ്യോഗസ്ഥന് ആക്ഷൻ പറയുമ്പോൾ മാത്രമേ അടിക്കാൻ കഴിയുള്ളൂ. അതവിടെ ഉണ്ടായില്ല എന്ന് KE ബൈജു പറഞ്ഞു. എന്തായാലും KE ബൈജു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ശരി, അടിക്കുന്ന അടി നമ്മളെല്ലാം കണ്ടു. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സംസാരിക്കുന്ന MPയും അതിന് ചുറ്റും ആള് കൂടി നിൽക്കുന്നു. അതിൻ്റെ പിന്നിൽ നിന്ന ആളാണ് വടി ഉയർത്തി 2 പ്രാവശ്യം അടിച്ചത്. തീർച്ചയായിട്ടും പ്രിവിലേജ് ഹനിക്കപ്പെട്ടു. ലോകസഭാ സ്പീക്കർ അതിന് നടപടിയെടുക്കും എന്ന് ഞാൻ കരുതുന്നു. എവിഡൻസ് സ്വീകരിക്കും, ഡിജിറ്റൽ എവിഡൻസ് സ്വീകരിക്കും. അതിന് തീർച്ചയായിട്ടും ഒരാഴ്ച തീഹാർ ജയിലിൽ കിടക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയത്ത് KE ബൈജു ആ റൂറൽ SP സോമോട്ടോമായിട്ട് ഒരു കേസ് എടുക്കണമായിരുന്നു. അദ്ദേഹം അത് ചെയ്തിട്ടില്ല ഇതുവരെ. അവിടുത്തെ SHO പേരാമ്പ്ര സോമോട്ടോ ആയിട്ട് കേസ് എടുക്കണം. MP അടിക്കുന്ന അവരെല്ലാം കണ്ടു, നമ്മളെല്ലാവരും കണ്ടു. ലോകത്തിലുള്ള എല്ലാ മലയാളിക്കും അത് കാണാം, MP അടിക്കുന്നത്. ആ ആളെ ഇപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ KE ബൈജിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നടപടി KE ബൈജിയോ അല്ലെങ്കിൽ അവിടുത്തെ SHO സോമോട്ടോ ആയിട്ട് എടുക്കണം. ആ സ്ഥലത്തുണ്ടായിരുന്ന 2 DYSPമാരുണ്ട്. പേരാമ്പ്ര DYSP സുനിൽ കുമാർ, വടകര DYSP ഹരിപ്രസാദ്.
അവരെന്തുകൊണ്ട് ഇത് തടഞ്ഞില്ല? അവരുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് അടിച്ചത്. അതുകൊണ്ട് പ്രിവിലേജ് ഹനിക്കപ്പെടുന്നതിൽ അവരും പ്രതിയാവും. റൂറൽ എസ് പിയും ഈ 2 ഡിവൈഎസ്മാരും വടകര SHOയും അതോടൊപ്പം തന്നെ അടിച്ച പോലീസുകാരനും അവിടുത്തെ റേഞ്ച് DIGയോ അല്ലെങ്കിൽ റേഞ്ച് IGയോ മേലുദ്യോഗസ്ഥനും അവിടെ ലോക്സഭയിൽ വിളിക്കപ്പെടും. അതിനകത്ത് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവില്ല. ഇവരെല്ലാം ഡൽഹിയിലേക്ക് പോകേണ്ടി വരും. അവിടെ സമാധാനം പറയണം. തൃപ്തികരമല്ലെങ്കിൽ ലോക്സഭ സ്പീക്കർക്ക് ഒരാഴ്ചത്തേന് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തിഹാർ ജയിലിലിടാം. അതിന് അപ്പീൽ കൊടുക്കാൻ കഴിയില്ല. അത് ലോക്സഭാ സ്പീക്കറുടെ പ്രിവിലേജാണ്. അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം കേരള അസംബ്ലിയിൽ പണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തനിനിറം പത്രത്തിൻ്റെ ഉടമ കൃഷ്ണൻ നായരെ വിളിച്ചു വരുത്തി അന്നത്തെ സ്പീക്കർ അദ്ദേഹത്തിനെ തടവിലേക്ക് വിട്ടു. കാരണം അസംബ്ലിയുടെ പ്രിവിലേജ് ഹനിക്കപ്പെട്ടു. അങ്ങനൊരു സംഭവം കേരളത്തിലുണ്ട്. സുപ്രീം കോടതിയിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവം കൃത്യമായ നടപടിയിലേക്ക് നീങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ബദലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സോമോട്ടോ ആയിട്ട് ഒന്നെങ്കിൽ SP അല്ലെങ്കിൽ അവിടുത്തെ വടകര അല്ലെങ്കിൽ പേരാമ്പ്ര DYSP സോമോട്ടോ ആയിട്ട് കേസ് എടുക്കുന്നതാണ് ഉചിതം. കാരണം ആ കാര്യത്തിന് പോലീസുകാരൻ തന്നെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അയാളെതിരായിട്ട് ശക്തമായ നടപടി എടുക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് പോലീസ് സോമോട്ടോ ആയിട്ട് കേസെടുക്കേണ്ടത്. MPയുടെക്ക് സർവ്വവിധ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അവിടുത്തെ SP DYSPമാര്, റേഞ്ച് IG, അതുപോലെ റേഞ്ച് DIG. അവരാരും പ്രൊട്ടക്ഷൻ കൊടുത്തില്ല. ആടിയും കിട്ടി, ഗ്രീവസ് അട്ടുണ്ടായി, അദ്ദേഹം ഹോസ്പിറ്റലായി. അതുകൊണ്ട് ഇനിയുള്ള നീക്കം പോലീസ് ഉദ്യോഗസ്ഥന്മാർ സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. കാരണം തടവ് ശിക്ഷ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോക്സഭയിലെ മാത്രമല്ല, ഇവിടെ ഇപ്പം സോമോട്ടായിട്ട് ഒരു കേസ് എടുത്തിട്ടില്ലെങ്കിൽ ഷാഫിയുടെ മൊഴി വാങ്ങി തീർച്ചയായിട്ടും ഷാഫി ഒരു കേസ് കൊടുക്കണം. ആ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആർക്കാണ് വീഴ്ച സംഭവിച്ചത്, ആരാണ് പ്രിവിലേജ് ഹനിച്ചത്, അത് ക്രിമിനൽ കേസും വടകരയിൽ അല്ലെങ്കിൽ പേരാമ്പ്രയിൽ അവിടെ തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള മൊഴി കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നിയമപരമായിട്ട് കാര്യങ്ങൾ നീങ്ങട്ടെ മുന്നോട്ട്. കാരണം ഇപ്പോഴേ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും നടന്നുകൊണ്ടിരിക്കുന്നത് കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയപരമായി പോലീസ് രാഷ്ട്രീയം കളിച്ച് നടപടി സ്വീകരിക്കരുത്. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദൂഷ്യം ചെയ്യും. തൃശ്ശൂർ നമ്മൾ കണ്ടല്ലോ, പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് മർദ്ദിക്കുന്ന, അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിനെ കൊണ്ടിട്ട് മർദ്ദിക്കുന്ന കണ്ടു. അത് അവരെല്ലാം സസ്പെൻഡ് ചെയ്തു. അവർ ഡിസ്മിസിലേക്ക് പോകും എന്ന് കരുതുന്നുണ്ട്. അതോടൊപ്പം തന്നെ PG സംഭവത്തിലെ പൗലോസിന്റെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ മർദ്ദിച്ചതും നമ്മൾ കണ്ടു. അതിനും കേസുകൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പൊതുവെ പോലീസിന്റെ അതിക്രമം നിയമത്തിന്റെ പരിധിക്കകത്ത് ഒതുങ്ങില്ല എന്ന് മനസ്സിലാക്കിക്കോണം. ശക്തമായ നടപടി ഉണ്ടാവും. നിങ്ങൾ ഏത് പോസ്റ്റിലിരുന്ന ആളായാലും ശരി, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിന്നാൽ അത് ഏതെങ്കിലും ആൾക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ അവർ മാത്രമല്ല, സർവീസിൽ നിന്ന് പോകുന്ന മാത്രമല്ല, അവരുടെ കുടുംബങ്ങളും തീർച്ചയായിട്ടും അതിനകത്ത് ഇതുപോലെയുള്ള പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്.